നിന്റെ പ്രിയപ്പെട്ട മക്കളുടെ താളത്തിനൊത്തു തുള്ളിക്കഴിഞ്ഞാൽ, അവർ ചോദിക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ, അവരാവശ്യപ്പെടുന്ന ചെരുപ്പും വാച്ചും ഒക്കെ അവർക്ക് സ്വന്തമാക്കാൻ അവന്റെ ഉപ്പയുണ്ടെന്ന ബോധം അവർക്കുണ്ടായി കഴിഞ്ഞാൽ, എന്റെ പ്രവാസികളായ എന്റെ ഗൾഫുകാരായ സഹോദരങ്ങളോട് പറയാണ്, ഈ ലൈവ് കാണുന്ന പ്രവാസി സഹോദരങ്ങളോട്, നിങ്ങളുടെ മക്കൾ ആവശ്യപ്പെടുന്ന രംഗം നിങ്ങൾ വാങ്ങിക്കൊടുക്കുമെന്നറിയാ. പക്ഷേ ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് ചിന്തിക്കണേ. ഒരു നെഞ്ചുവേദന വന്നങ്ങ് മരണപ്പെട്ടു പോയാലോ, ഒരു അപകടം സംഭവിച്ചങ്ങ് മരണപ്പെട്ടു പോയാലോ, നിന്റെ കുടുംബത്തിന് നിന്നെ നഷ്ടപ്പെട്ടു പോയാലോ, അവസാനം നിന്റെ മരണം കഴിഞ്ഞ് ഒരു 6 മാസം കഴിയുമ്പോ നീ ആകുന്ന പണം കായ്ക്കുന്ന മരം പോലെ നിന്റെ മക്കളെ കണ്ടിരുന്ന പ്രിയപ്പെട്ട ഉപ്പ മുട്ടുംതല പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടക്കുന്ന അവസ്ഥയുണ്ടായി. ആ ഖബറിന്റെ മുകളിലെ ചെടി പോലും കരിഞ്ഞു പോയ സമയം വരുമ്പോ ആ പ്രിയപ്പെട്ട മക്കൾക്ക് പിന്നെ കമ്പനി ചെരുപ്പ് വാങ്ങാൻ ആളില്ലാതെ വരും. പിന്നെ ആ മക്കൾക്ക് അവരാഗ്രഹിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കാതെ വരും. പിന്നെ അവർ നേരം പുലരുമ്പോ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള ഹോട്ടൽ ഫുഡ് വാങ്ങി മക്കളെ കൊടുത്ത് ശീലിപ്പിച്ച ഉമ്മാന്റെ മുമ്പിലേക്ക് ആ മക്കള് ചെല്ലും. ഉമ്മാടെ താലിമാല കൊണ്ടുപോകും, ഉമ്മാടെ സ്വർണം കൊണ്ടുപോകും. അവസാനം പണം കിട്ടാൻ വേണ്ടിയിട്ട് പണത്തിന്റെ പവർ കുറഞ്ഞ ഒരു ജീവിതം പിന്നെ കാസർഗോഡ് ജില്ലയിൽ ആ പ്രിയപ്പെട്ട മക്കൾക്ക് കാഴ്ചവെക്കാൻ കഴിയില്ല. ആ മക്കൾ കൂട്ടുകാരുടെ മുന്നിൽ ഇളിഭ്യനായി പോകും, നാണം കെട്ടുപോകും. അതുകൊണ്ട് ഗൾഫിൽ കിടന്ന് കട്ടപ്പെട്ട വാപ്പാടെ പൊന്നുമോൻ അവസാനം പണത്തിന് വേണ്ടി കള്ളും കഞ്ചാവും അടിമപ്പെട്ടുപോണ്ട് ഏറ്റവും വലിയ അഴുക്ക് ജാലിൽ കിടന്ന് കട്ടപ്പെടുന്നത് കാണാനുള്ള ഗതിയുണ്ടാവും. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനു ശയാത്തീൻ. ദൂർത്തടിക്കുന്നവർ ശൈത്താന്റെ കൂട്ടുകാരാണ്. ആദ്യമേ ആ ദൂർത്തുണ്ടാക്കിയിട്ട് മക്കളെ പിശാചിന്റെ കൂട്ടുകാരാക്കി നിങ്ങൾ ശീലിപ്പിക്കരുത്. ചിലപ്പോ ഉണ്ടാവും അങ്ങനെയൊക്കെ ചോദിക്കും. 6000 രൂപ വരെ ചെരുപ്പ് വേണമെന്ന് പറയും, 22,000 രൂപ വരെ വാച്ച് വേണമെന്ന് പറയും. 10 വയസ്സേ ഉണ്ടാവുള്ളൂ. ബ്രാൻഡഡ് സാധനങ്ങൾ ഉപയോഗിക്കാനാണ് ഇന്നത്തെ നമ്മുടെ മക്കൾക്ക് ഇഷ്ടം. മറ്റത് അങ്ങനെയാണല്ലോ. മറ്റത് 1000 രൂപയ്ക്ക് നമുക്ക് റാഡോ വാച്ച് കിട്ടും, ഇന്നും കിട്ടും. പക്ഷെ മക്കൾക്കറിയാം, ക്വാളിറ്റി നോക്കാൻ അറിയാം, അത് ഒറിജിനൽ ആണോ അല്ലയോ എന്ന് നോക്കാൻ അറിയാം. എല്ലാ കാര്യവും നമ്മുടെ മക്കൾക്കറിയാം. വാപ്പ പോലും ഒറിജിനലാണോ എന്ന് 5 വയസ്സിൽ കണ്ടുപിടിക്കണ മക്കളുടെ കാലമാണിത്. താത്തമാര് സൂക്ഷിച്ചോ. പിന്നെയാണ് ഒരു വാച്ചും ഒരു മൊബൈലും ഒക്കെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവളെ വളരെയേറെ ഗൗരവത്തിൽ ആലോചിക്കണം, വളരെയേറെ ഗൗരവത്തിൽ ആലോചിക്കണം. നമ്മുടെ മക്കൾ നമുക്ക് കൈമോശം വന്നു പോകാൻ പാടില്ല. നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് കൈവിട്ടു പോകാൻ പാടില്ല. അവർക്ക് ആദ്യമേ തന്നെ ആഡംബര ചിലവ് നടത്തിയാൽ, ഇപ്പൊ ചില ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ, ആദ്യമേ നമ്മളങ്ങനെ ചെയ്യരുത്. ഒരു നിയന്ത്രണം വരുത്തണം കുഞ്ഞുമക്കൾക്ക്. അവരതൊക്കെ ആവശ്യപ്പെടും. അവരുടെ കൂട്ടുകാർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അപ്പൊ നമ്മൾ പഴയ കാലം പറഞ്ഞു കൊടുത്താൽ മതി. ഉപ്പാന്റെ പഴയ കാലം, ഉമ്മാടെ പഴയ കാലം, അതിനൊക്കെ നേരമുണ്ടോ? എല്ലാരും യൂട്യൂബ് ചാനലിലാണ്. ഉമ്മ ഒരറ്റത്ത്, ഉപ്പ ഒരറ്റത്ത്, മോനൊരറ്റത്ത്, മോളൊരറ്റത്ത്. ഉറങ്ങാൻ കിടക്കുമ്പോ പഴയ കഥയൊക്കെ പറഞ്ഞു കൊടുക്കണം. പണ്ട് വാടയിലയിൽ ചോറ് കഴിച്ചതും, ഉണക്കമീൻ ചുട്ടുകഴിച്ചതും, മരച്ചീനി ചുട്ടുകഴിച്ചതും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആ മക്കളോട് പറയണം, മക്കളെ, ഇന്ന് നിങ്ങൾക്ക് അല്ലാഹു തന്നിരിക്കുന്ന സൗഭാഗ്യത്തിന് കണക്കില്ല മക്കളെ. ഇന്ന് നിങ്ങൾക്ക് അല്ലാഹു തന്നിരിക്കുന്ന സംവിധാനങ്ങൾക്ക് കണക്കില്ല മക്കളെ എന്ന് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് രാജ്യത്തെ ചൂടും ചൂരും ഒക്കെ നഷ്ടപ്പെട്ട് കാലുവേദനയും കൈവേദനയും യൂറിക് ആസിഡും മറ്റ് ഷുഗറും പ്രഷറും ഒക്കെ തുടങ്ങി മഹല്ലിന്റെ ഖത്തീബിനോട് വന്ന് മനസ്സുരുകിയിട്ട് പറയും, ഉസ്താദേ, എന്റെ മകൻ എന്നെ നോക്കി കണ്ണുരുട്ടുകയാണ്, എന്റെ മകൻ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല, എന്റെ മകൻ എന്നെ കുറ്റപ്പെടുത്തുകയാണ്, എന്റെ മകൻ എന്നെ പരിഹസിക്കുകയാണ്. രാത്രി 12 മണിക്ക് അവൻ നാട് ചുറ്റിയിട്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചാൽ പോലും താൻ തന്റെ പണി നോക്കടോ എന്ന് പറഞ്ഞ് കൈകൊണ്ടെന്നെ ആക്ഷേപിച്ച് തട്ടിമാറ്റിയിട്ട് അകത്തേക്ക് പോകുന്ന മോനെ കാണുമ്പോ എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഖത്തീബിനോട് ദുആ ചെയ്യാൻ പറയുന്ന പ്രവാസികൾ ഇവിടെ ഉണ്ടാവൂലേ? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ട മോനെ ചെറിയ പ്രായത്തിൽ നീ ഒരിക്കലും നന്നാവില്ലടാ, നീ ഒരു അനുസരണക്കെട്ടവനാണടാ, നീ ഒരു പറഞ്ഞാൽ കേൾക്കാത്തവനാണടാ എന്ന് എപ്പോഴെങ്കിലും നിന്റെ പ്രിയപ്പെട്ട മകനോട് നീ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ ഉപ്പ പറയുന്നു, തങ്ങളെ, ഞാൻ മാത്രമല്ല
അവന്റെ ഉമ്മ പോലും അങ്ങനെ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യവും പറഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ വളർന്നു വരുന്ന സമയത്ത് ആ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളോട് നീ ഒരിക്കലും നന്നാവില്ല മോനെ, നീ ഗതി പിടിക്കില്ലടാ, നിന്റെ സ്വഭാവം നന്നാവില്ല, നീ അനുസരണ കെട്ടവനാണെന്ന് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ ഏത് സമയത്തെ വർത്തമാനമാണ് അല്ലാഹു സ്വീകരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അന്നൊരു മാതാവിന്റെ നാവിൽ നിന്ന് വന്ന വർത്തമാനം, അന്നൊരു പിതാവിന്റെ നാവിൽ നിന്ന് വന്ന വർത്തമാനം, അത് കരുണക്കടലായ പടച്ച റബ്ബ് സ്വീകരിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് എന്തു പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കാതെ ഇന്ന് നിങ്ങളുടെ മുന്നിലൂടെ ധിക്കാരിയായിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ നടന്നു പോകുന്നവരെന്ന് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോ ഒരു ശാപവാക്ക് പോലും എന്റെ മുട്ടും തലയിലെ പെങ്ങളെ, നിന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ നോക്കി നീ പറയല്ല മോളെ. ഉപ്പയും അങ്ങനെ പറയാൻ പാടില്ല, ഉമ്മയും അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങളുടെ മക്കൾ മഹത്വം നഷ്ടപ്പെട്ടവരാകാൻ, നിങ്ങളുടെ മക്കൾ നന്മ നഷ്ടപ്പെട്ടവരാകാൻ, നിങ്ങളുടെ മക്കൾ പുണ്യം നഷ്ടപ്പെട്ടവരാകാൻ, നിങ്ങളുടെ മക്കൾ ബറക്കത്ത് നഷ്ടപ്പെട്ടവരാകാൻ, നിങ്ങളുടെ മക്കൾ ദുസ്വഭാവികളായി മാറാൻ, നിങ്ങളുടെ മക്കൾ കള്ളും കഞ്ചാവും ലഹരിയും ഉപയോഗിക്കുന്ന അധാർമികതയുടെ അടിത്തട്ടിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്ന ദുർമാർഗികളായി മാറാൻ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ചെറിയ പ്രായത്തിൽ നിങ്ങളുടെ നാവുകൊണ്ട് ശപിച്ച വർത്തമാനം മതിയെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നിങ്ങളുടെ മക്കൾക്കെതിരെ നിങ്ങൾ ദുആ ചെയ്യല്ലേ, നിങ്ങളുടെ മക്കൾക്ക് എതിരായ ഒരു വാക്ക് പോലും ഒരു ഉമ്മയും ബാപ്പയും പറയല്ലേ. ഏത് സമയത്താണ് പടച്ച റബ്ബ് അത് സ്വീകരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ മുട്ടും തലയിലെ പ്രിയപ്പെട്ട കുഞ്ഞിനോട് പറയുകയാണ്, ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നീ ആഘോഷമാക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന നിമിഷങ്ങളെ ഒരു കുഞ്ഞുകുട്ടി കടന്നു വരുമ്പോ നഷ്ടപ്പെട്ടു എന്ന് തോന്നിപ്പോകരുത്. പാട്ടുപാടിയിട്ട് തൊട്ടിൽ ആട്ടിക്കൊടുക്കുമ്പോ കുഞ്ഞ് ഉറങ്ങുന്നില്ല, ആ കുഞ്ഞിന്റെ മുമ്പിൽ വന്നിട്ട് ഉമ്മ പറയാണ് ഇതൊരു ശല്യമായല്ലോ, പറയല്ല ഉമ്മ. 9.5 മാസത്തോളം ഗർഭം ചുമന്ന മരണവേദനയുടെ പ്രസവത്തോടുകൂടി നീ പ്രിയപ്പെട്ട കുഞ്ഞിനെ കൊണ്ടുവന്നത്, ആ കുഞ്ഞിന്റെ വികൃതി കാണുമ്പോ മറക്കല്ല മോളെ. ഒരിക്കലും ആ കുഞ്ഞിന്റെ തൊട്ടിൽ പിടിച്ചിട്ട് ഇതൊരു ശല്യമായി തീർന്നല്ലോ, ഇതൊരു ഗുണം കെട്ട കുഞ്ഞായി പോയല്ലോ, ഇതൊരു അനുസരണയില്ലാത്ത കുഞ്ഞായി പോയല്ലോ എന്ന് തമാശക്ക് പോലും ഒരു വാക്ക് പറയല്ല മോളെ. ഉമ്മയും പറയാൻ പാടില്ല, ഉപ്പയും പറയാൻ പാടില്ല. നമ്മുടെ കുഞ്ഞ് നല്ല വ്യക്തിത്വമുള്ള മഹത്വമുള്ള കുഞ്ഞായി വരണമെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യം നമ്മുടെ നാവിൽ നിന്ന് വരാനേ പാടില്ല. ഒരു മക്കളെയും പറയാൻ പാടില്ല, ഒരു മക്കളെയും, നമ്മുടെ കുടുംബത്തിൽ ഒരു മക്കളെയും. രണ്ടാമത് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നിന്റെ മക്കൾ നല്ലവരാകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാരണം അവർക്കിടയിൽ നീ കാണിക്കുന്ന വേർതിരിവാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും മക്കളെ നിങ്ങൾ ഒരുപോലെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വതക്ക കൊടുത്തത് പോലും തിരിച്ചു വാങ്ങിപ്പിച്ചിട്ടുണ്ട്. ഒരു സഹാബിയുടെ കയ്യിൽ നിന്ന് സ്വതക്ക കൊടുത്തത് തിരിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. ഒരാൾ വന്ന് പറഞ്ഞു, മുത്ത് നബിയേ, ഞാൻ എന്റെ മകൾക്കൊരു ഒട്ടകം വാങ്ങിക്കൊടുത്തു നബിയേ. അള്ളാന്റെ റസൂൽ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമായി എനിക്ക്. ഒരു ഉപ്പതന്റെ മകൾക്ക് ഒരു ഒട്ടകം വാങ്ങിക്കൊടുത്തു, മാഷാ അല്ലാഹ്, വലിയ സന്തോഷമായി. എന്നിട്ട് അള്ളാന്റെ റസൂല് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര മക്കളാണ്? ആ സ്വഹാബി പറഞ്ഞു, നബിയേ, എനിക്ക് 4 മക്കളാ നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, 4 മക്കൾക്ക് ഒട്ടകം വാങ്ങിക്കൊടുത്തോ? ഇല്ല നബിയേ, ഒട്ടകം ഒരാൾക്ക് വാങ്ങിച്ചു കൊടുത്തോളൂ. അള്ളാന്റെ ഹബീബിന്റെ കണ്ണു ചുമന്നു. മുത്തറസൂല് പറഞ്ഞു, പെട്ടെന്ന് ചെല്ലുക, ഏത് മകൾക്കാണോ ഒട്ടകം വാങ്ങിക്കൊടുത്തത് ആ ഒട്ടകത്തെ തിരിച്ചു വാങ്ങിക്കൊണ്ടുവരിക, ഇല്ലെങ്കിൽ ബാക്കിയുള്ള മക്കൾക്ക് കൂടി നീ ഒട്ടകം വാങ്ങിക്കൊടുക്കുക എന്ന് ശഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ തുല്യത വേണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.